ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പരീക്ഷ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഏവരും ഉറ്റുനോക്കിയിരുന്ന ഒരു പരീക്ഷയാണ് സിവിൽ എക്സൈസ് ഓഫീസർ. കാരണം +2 ലെവൽ മെയിൻസ് എക്സാമിൽ നമുക്ക് പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റിയ ആദ്യത്തെ പരീക്ഷയാണ് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പരീക്ഷ. അപ്പോൾ നാളെ പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പേരിലും എൻ്റെ പേരിലും വിജയാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഫിസിക്കലുള്ള പരീക്ഷയാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നാളത്തെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഒരുപാട് നെഗറ്റീവ് വരുത്തി വെക്കരുത്. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള അറിയാവുന്നുള്ള ചോദ്യങ്ങൾ മാത്രം ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ കോമ്പറ്റീഷൻ ഹൈ ആണ്. അതുകൊണ്ട് അറിയാവുന്നത് കൂടി പെട്ടെന്ന് ടെൻഷൻ അടിച്ച് തെറ്റിച്ച് നെഗറ്റീവിലേക്ക് പോവാതിരിക്കുക. നെഗറ്റീവേ വേണ്ട. നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ പേന അങ്ങ് മാറ്റി വയ്ക്കുക. വീണ്ടും ആ അവസാന നിമിഷത്തിൽ വീണ്ടും എഴുതാനുള്ള ടെൻഡൻസി അതൊന്ന് നമ്മൾ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എക്സാമിന് ഡ്യൂറേഷൻ കൂട്ടിയിട്ടുണ്ട്. 90 മിനിറ്റ്സ് ഉണ്ട് എക്സാം. അപ്പോൾ അത് പരമാവധി വിനിയോഗിച്ച് നിങ്ങളുടെ ജോലിയിലേക്കുള്ള ആ ഒരു പരീക്ഷയാണ്. അതായത് ഞാൻ ഈ ജോലിയിൽ കയറിയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ പരീക്ഷയെ അപ്രോച്ച് ചെയ്യാം. അതുപോലെ നമ്മുടെ സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് 10 മാർക്കിനുണ്ട്. കറണ്ട് അഫയേഴ്സ് നിങ്ങൾ 2020 കറണ്ട് അഫയേഴ്സ് ഫുള്ള് നോക്കുക. 2021 ഡിസംബർ വരെയെങ്കിലും നോക്കുക. കാരണം ഫെബ്രുവരിയിലല്ലേ പരീക്ഷ. അപ്പോൾ 3 മാസം മുന്നേ വരെയുള്ള കറണ്ട് അഫയേഴ്സാണ് നോക്കാനുള്ളത്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 2021 ഡിസംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കിയിരിക്കുക. അതിൽ റീസെൻ്റ് ആയിട്ടുള്ള നിയമനങ്ങൾ, അതുപോലെ ഒളിമ്പിക്സ് നീരജ് ചോപ്രയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒളിമ്പിക്സ് കാര്യമായിട്ട് നോക്കുക. അതുപോലെ നൊബേൽ പ്രൈസ് നോക്കുക. അതുപോലെ ഗ്രാൻഡ് സ്ലാം എല്ലാം നോക്കുക. പിന്നെ റാങ്കിങ്, ഇന്ത്യയുടെ റാങ്കിങ്ങും അതുപോലെ ഒന്നാമത് നിൽക്കുന്ന രാജ്യവും വിവിധ റാങ്കിങ് ഇൻഡെക്സുകൾ നോക്കിയിരിക്കാം. അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് നന്നായിട്ട് തന്നെ പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ പോകണം. സ്പെഷ്യൽ ടോപ്പിക്കിൽ IT ആൻഡ് സൈബർ ലോയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ IT ആൻഡ് സൈബർ ലോയിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട സൈബർ ലോസ് നമ്മുടെ സിലബസിൽ തന്നെ തന്നിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ +2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടെക്സ്റ്റിൽ അവസാനത്തെ ഭാഗത്തിൽ കുറച്ച് സൈബർ ലോ 2000 ആൻഡ് 2008 ഭേദഗതി വരുത്തിയത് ഉൾപ്പെടെ അവർ കുറച്ച് നോട്ടായിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് സെഷൻസും തന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് അതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം. ജോയിൻ ചെയ്യുക. ഓക്കെ. പിന്നെ കറണ്ട് അഫയേഴ്സ് 10 മാർക്കാണെന്ന് പറഞ്ഞു. ജനറൽ ഇംഗ്ലീഷ് 10 മാർക്കുണ്ട്. അപ്പോൾ ജനറൽ ഇംഗ്ലീഷ് അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം +2 മെയിൻസ് വിഭാഗത്തിൽ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ 20 ഇംഗ്ലീഷ് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ 20 ഇംഗ്ലീഷ് ചോദ്യങ്ങൾ വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ കുറച്ച് മുന്നേ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും വീഡിയോ കണ്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ. അതുപോലെ മലയാളം 10 മാർക്കുണ്ട്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്ക്. അങ്ങനെ 50 മാർക്ക് അങ്ങ് പോവും. ബാക്കി ജി കെ വിഭാഗത്തിൽ 50 മാർക്ക്. അപ്പോൾ GK വിഭാഗത്തിൽ +1 +2 ടെക്സ്റ്റുകൾ നിങ്ങൾ നന്നായിട്ട് തന്നെ വായിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ കാണുമ്പം പതറരുത്. നമുക്ക് അറിയാവുന്ന പോയിൻറ്റ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കണക്ട് ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ അവസാന ലാസ്റ്റ് മിനിറ്റ് ടിപ്സ് ഒന്ന് ഉപയോഗപ്പെടുത്താം. ഞാൻ പറഞ്ഞതുപോലെ നെഗറ്റീവ് പരമാവധി ഒഴിവാക്കി നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു വാർത്ത തന്നെ നാളെ കേൾക്കാനിടയാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്